വയനാട്ടിൽ നിന്നുള്ള കുഞ്ഞ് നൈസയുടെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്, എല്ലാവരെയും ആകർഷിച്ചതാണ്. ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വൈറലായി മാറിയിരിക്കുകയാണ് ആ വീഡിയോ എന്ന് കേൾക്കുന്നു. അതെ, രാജ്യത്തല്ല, ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നൊരു വീഡിയോ ആയിട്ട് മാറിയിരിക്കുന്നു. പല ഭാഷകളിൽ, പല രാജ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തു പോവുകയാണ്. നോക്കുന്നില്ലേ, നമ്മുടെ ഇറ്റലിയിൽ മെലോണി എന്ന് പറഞ്ഞ ഒരു വീഡിയോ വന്നില്ലേ? ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ കാണുന്ന ആ സമയത്തുണ്ടായ ഒരു വീഡിയോ. അത് ഭയങ്കര വേൾഡ് ഹിറ്റായ വീഡിയോ ആയിരുന്നു. അതുപോലെ വലിയ കാണുന്ന ആളുകളുടെ ഹൃദയത്തെ തൊട്ട് ഈ വീഡിയോ വൈറലാവുകയാണ്. ഇപ്പോൾ മോദി, ആ കുട്ടി നൈസ, റുബിയ എന്നാണ് കുട്ടിയുടെ പേര്. റുബിയ നൈസ എന്നുള്ള പേരുണ്ട്, റുബിയ എന്നും പേരുണ്ട്. 3 വയസ്സുള്ള മോളാണ്. ജസീല എന്നുള്ള അമ്മ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. അച്ഛനും 2 സഹോദരങ്ങളും മരിച്ചുപോയി. അപ്പോൾ ജസീലയ്ക്ക് രാത്രിയിൽ ഉറങ്ങിക്കിടക്കെ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടി വന്നപ്പോൾ കുഞ്ഞിനെ, ഈ നൈസ മോളെ മാത്രമേ രക്ഷിക്കാൻ പറ്റിയത്. ബാക്കിയുള്ളവരെ പിടിച്ചെടുക്കാൻ പോലും പറ്റിയില്ല. കുഞ്ഞിനെ മാറോട് ചേർത്ത്, ചെറിയ മോളല്ലേ, അതിനെ മാറോട് ചേർത്ത് ഉരുൾപൊട്ടി വന്ന മരങ്ങളും പാറക്കല്ലും ഒക്കെ അതിജീവിച്ചു ഒരു തരത്തിൽ എങ്ങനെയോ ജസീല രക്ഷപ്പെട്ട് വലിയ ദുരന്തം. ഭർത്താവും പോയി, 2 മക്കളും പോയി. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടു. ജീവിതവും ഈ കുഞ്ഞിനെയും തിരിച്ചു കിട്ടിയ സന്തോഷമുണ്ടെങ്കിലും വലിയ ദുഃഖത്തിൻ്റെ കയത്തിലാണ് ജസീല ഇപ്പോഴുള്ളത്. അങ്ങനെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരുന്നത്. അപ്പോൾ പതിപോലെ മോദി വന്നു, അവരെ കണ്ട് ഒരു നമസ്കാരം പറഞ്ഞു. നമസ്തേ കാണിച്ചപ്പോൾ കുട്ടി തിരിച്ച് നമസ്തേ പറഞ്ഞു. അപ്പോൾ മോദിക്കൊരു കൗതുകം തോന്നി. പ്രധാനമന്ത്രി ആ ബെഡിനടുത്തേക്ക് ചെന്നു, കുഞ്ഞ് എണീറ്റ് ചെന്ന് മോദിയുടെ അടുത്ത് ചെന്ന് ചേർന്ന് നിന്നു. അപ്പോൾ ഇവർ പിടിച്ചു മാറ്റാൻ, പ്രധാനമന്ത്രിയല്ലേ, അവർക്കൊരു ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ നോ ലെറ്റ് ഹർ സിറ്റ് എന്ന് പറഞ്ഞ് അടുത്തിരിക്കാൻ തന്നെ മോദി പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞു മോള് അടുത്തിരിക്കാതെ മോദിയോട് ചേർന്ന് നിന്നു. ആ കവിള് ചേർത്തു, ആ താടിയിൽ പിടിച്ചു വലിച്ചു. കണ്ടില്ലേ? എല്ലാവരുടെയും മനസ്സിനെ വല്ലാത്ത. എന്നിട്ട് കണ്ണട പിടിക്കുമ്പോൾ കാണാം അമ്മ ആ ജസീലയുടെ കൈകൾ കൊണ്ട് കുഞ്ഞിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അവളാ കണ്ണട പിടിച്ചു വലിച്ചു. അങ്ങനെ പ്രധാനമന്ത്രി ഒരു മുത്തച്ഛനായിട്ട് മാറി. അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ ചൊരിയുന്ന, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തെ അലിയിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും വ്യാപകമായി കണ്ടു. നമ്മുടെ പത്രങ്ങളിലെല്ലാം മുഖചിത്രമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസീലയെ കണ്ട് ചോദിച്ചു. ജസീലയുടെ സ്റ്റോറി, ഫോളോ അപ്പ് സ്റ്റോറികളൊന്നും വന്നില്ല കേട്ടോ. പക്ഷേ ജസീല പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ദുരന്തം ജീവിതത്തിലുണ്ടായി. പക്ഷേ പ്രധാനമന്ത്രി ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ് ജസീല പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം വന്നു, കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു, അവളുടെ കൂടെ കളിച്ചു. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. എത്രയോ ആളുകൾ വന്നുപോയി അല്ലേ, എത്ര VVIPകൾ വന്നുപോയി. പക്ഷെ പ്രധാനമന്ത്രി ചെന്നതുപോലെ എണ്ണം ഒന്നും നോക്കിയില്ല, അദ്ദേഹം സമയം നോക്കിയില്ല. നിശ്ചിത സമയത്തിൽ കൂടുതൽ ചെലവഴിച്ചു. 4 പേരെ കാണാൻ പറഞ്ഞിടത്ത് 8ഉം 10ഉം പേരെ കണ്ടു. വാർഡിലൊക്കെ കയറി നടന്നു. ജസീല പറയുന്നത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചു, ഞങ്ങളെ ആശ്വസിപ്പിച്ചു, അത് വല്ലാത്തൊരു അനുഗ്രഹം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കടുത്ത രാഷ്ട്രീയ തിമിരം ബാധിച്ച ഒരു ജനതയുള്ള സമൂഹമാണ് നിർഭാഗ്യവശാൽ കേരളം. വലിയ വിദ്യാഭ്യാസവും സാംസ്കാരികവും ഒക്കെ ഔന്നത്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും നമ്മളത് ഹൈഡ് ചെയ്യും, അതിനെ ന്യായീകരിക്കും. അപ്പുറത്തുള്ളവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ അപഹസിക്കും. ഇങ്ങനത്തെ ഒരു സംസ്കാരം നമുക്കുണ്ട്. മോദി വയനാട്ടിലെത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുകയാണ് അല്ലേ. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഹതാശരായി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ പ്രതീക്ഷയുടെ പ്രകാശ ഗോപുരങ്ങളാണ് ഇതുപോലെ എത്തുന്ന, ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ കഴിയുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഭരണകേന്ദ്രം നമ്മുടെ അരികിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയമുണ്ട്. അത് നോക്കൂ, പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവരും കൈകൂപ്പിക്കാൻ നിൽക്കുന്നത്. നിയമമൊന്നുമില്ല കൈകൂപ്പണമെന്നുള്ളത്. അത് യാചിക്കാൻ വേണ്ടി കൈകൂപ്പുന്നതല്ല, ഒരു സ്നേഹാദരങ്ങൾ കൊണ്ട് നമസ്തേ പറഞ്ഞ് കൈകൂപ്പുന്നതാണ്. അദ്ദേഹവും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തൊന്നും അതൊക്കെ പറഞ്ഞാൽ ഫ്യൂഡലിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി വരുമ്പോഴും എല്ലാവരും ചെയ്യാറുണ്ട്, കൈയൊക്കെ കൂപ്പി നിൽക്കുന്നു എന്നുള്ള ഒരു മര്യാദയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ ഈ വയനാട് മേഖലയിൽ ദുരന്ത പ്രദേശത്തൊക്കെ സന്ദർശിച്ച് ആളുകളുടെ ഹൃദയം കവർന്നാണ് മോദി മടങ്ങിയത്. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം വരണം, അതെന്തായാലും വരും.
ഉറപ്പായിട്ടും വരും. ഞാനിത് ഈ കൂടെയുണ്ട്, പണം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന നരേന്ദ്രമോദി പറഞ്ഞു. ഏതായാലും നൈസ മോൾ, നമ്മുടെ റൂബിയ കുട്ടി ഇന്ന് ലോകത്തിൻ്റെ മുന്നിലൊരു താരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി യുമായി അവൾ നടത്തിയ ഇടപെടലുകൾ ലോകത്തെ എല്ലാ ജനങ്ങളും കാണുകയാണ്. ഇപ്പോൾ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കൗതുകരമായി തോന്നിയത്, ഞാനൊരു റീല് കണ്ടു. റീല് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ്സ് വായിച്ചു. അതായത് 5000-ഓളം കമൻറ്റ്സ് ഉണ്ട്. അതിൽ ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം. കമൻറ്റ് ചെയ്ത ആളുകളുടെ പേരും കൂടെ ഞാൻ വായിക്കാം. ഒന്ന്, അബ്ദു കെ, PM സാർ, നമ്മുടെ ലോകനെ ദാവ് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കാം, നമസ്തേ. അതുപോട്ടെ, അടുത്ത കമൻറ്റ് ശ്രദ്ധിക്കണം. മുഹമ്മദ് ഫാസി, എന്താണെന്നറിയില്ല, ഈ മനുഷ്യനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നു, കണ്ണുകൾ ഈറനണിയുന്നു, ഒരു മുത്തച്ഛൻ്റെ വാത്സല്യം കണ്ണ് നിറയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഫാസി കഴിഞ്ഞിട്ട് അബ്ദുൾ റസാഖ്, ഞാൻ ലോകത്തോട് പറയും ഇതാണ് എൻ്റെ പ്രധാനമന്ത്രി എന്ന്. ജാസ്മിൻ മനാഫ് പറയുന്നു, എൻ്റെ പ്രധാനമന്ത്രി എൻ്റെ അഭിമാനം. സലാം അലി പറയുന്നു, എത്ര പ്രാവശ്യം കണ്ടു എന്നറിയില്ല, ഹാർട്ട് ടച്ചിങ്. ജലീൽ ബാംഗ്ലൂർ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇനിയും പലതും പഠിക്കാനുണ്ടെന്ന്. ഷഫീഖ് എമ്മിൻ്റെ ഒരു കമൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. അങ്ങയെ ഞാൻ കുറേ വിമർശിച്ചിട്ടുണ്ട്, ഇത് കണ്ടപ്പോൾ എന്തോ അങ്ങയോട് ഒരു ക്ഷമ പറയണമെന്ന് തോന്നുന്നു. സലാം ഇസഡ് സല്ലൂസ് പറയുന്നു, എൻ്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും, എൻ്റെ ഇന്ത്യ ഭരിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രി. ഇങ്ങനെ ചിരിക്കാനും സ്നേഹിക്കാനും അറിയുന്ന ആളുകൾ നിങ്ങളെയാണ് നമുക്ക് ആവശ്യം. ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങളിൽ ഞാൻ കണ്ട ആത്മാർത്ഥതയുള്ള സ്നേഹം. ഈ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. എന്തിനെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ള രാജ്യത്തെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ, ഇതാണ് എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയാൻ. ഇനി റിയാസ് MKM പറയുന്നു, എന്തെന്നറിയില്ല, ഈ വീഡിയോ കാണുമ്പോൾ മോദിജിയെ ഇഷ്ടപ്പെട്ടു പോകുന്നു. ഇതുപോലെ അദ്ദേഹത്തിന് എല്ലാ ഇന്ത്യക്കാരെയും ഒരു മാലയിലെ മുത്തുപോലെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ ഭാരതീയരായ നാം എത്ര സന്തോഷത്തോടെ ഇവിടെ സന്തോഷത്തിൽ ജീവിക്കാം. അബ്ദുൽ ലത്തീഫ് പറയുന്നു, ആ താടി പിടിച്ചുള്ള തിരിക്കലാണ് എനിക്കിഷ്ടമായത്. അജ്മൽ, മോഡിക്ക് അനുകൂലമായി എൻ്റെ ആദ്യത്തെ ലൈക്ക്. റഫീഖ് AR പറയുന്നു, നല്ലത് ചെയ്ത് അംഗീകാരം നേടുക, മതമല്ല മനുഷ്യനാണ്, മനുഷ്യത്വമാണ് വലുത്. ഷാജഹാൻ KM കാലിക്കറ്റ് പറയുന്ന, ആദ്യമായി മോദിക്കൊരു ലൈക്ക്. നിസാർ എഴുതുന്നത് ഇവിടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 100 കണക്കിന് കമൻറ്റുകളുണ്ട്. നമുക്കെല്ലാവർക്കും കൈകോർത്ത് പിടിക്കാം, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മഹാരാജാവ്, ഇതാണ് യഥാർത്ഥ ഭരണാധികാരി. ഇങ്ങനെ പോവുകയാണ്. അബ്ദുള്ള മാടാരി പറയുന്നു, മോൾക്ക് മുത്തച്ഛൻ്റെ സ്നേഹം. അബു അർഫ മലപ്പുറം പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കലിൽ അഭിമാനം. ഇത് ഹാഷിം TKയുടെ കമൻറ്റ് വായിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് കണ്ടാൽ ഏത് ശത്രുതയുള്ള ആൾക്കും മോദിയെ ഇഷ്ടമായി പോകും, ഒരു അപ്പൂപ്പൻ്റെ വാത്സല്യം. ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുടെ പേരിൽ മാത്രം വായിക്കുകയാണ് കേട്ടോ, അല്ലാത്ത കമൻറ്റുകൾ വായിക്കാതെ അല്ല. ഞാൻ വേറെ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് വായിക്കുക. അഷ്റഫ് കാണോത്ത്, എന്തൊരു ഭംഗിയാണ്, സന്തോഷം. ഫ്രാൻസിസ് ഐസക് പറഞ്ഞു, എൻ്റെ പ്രധാനമന്ത്രി എൻ്റെ അഭിമാനം. അബിത് പുച്ചിപ്പ, നമ്മുടെ പ്രധാനമന്ത്രി, ആ മോൾക്ക് അഭിമാനിക്കാം. റഫീഖ് VK, കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു, ഞങ്ങൾ വയനാട്ടുകാർ. VSD ജമീർ, ഇഷ്ടം, ഒരുപാട് പ്രാവശ്യം കണ്ടു. ഷാലു, ഞാനൊരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒപ്പം മോദിജിയും ഇഷ്ടപ്പെട്ടു. എനിക്കിത് കണ്ടിട്ട് വലിയ അത്ഭുതമാണ്. അതായത് റിയാസ് ബാബു കൂടെ പറയുന്നത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഹൃദയസ്പർശിയായ മുഹൂർത്തം, വർഷങ്ങൾക്ക് അപ്പുറവും ഒരു ഇന്ത്യക്കാരന് അങ്ങേ ഓർക്കാനും സ്നേഹിക്കാനുമുള്ള സന്ദർഭം. PM മോഡി ലവ് ചിഹ്നം, മോളൂസ് പിന്നെയും ലവ് ചിഹ്നം. അങ്ങനെ ഇത് പോകുന്നു. ഇത് വായിക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷവും ഈ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം ഇത് ഒരു വലിയ ഹൃദയസ്പർശിയായ ഒരു രംഗമല്ലേ. ഇത് മനുഷ്യന് എന്താണ് ആർദ്രമായ അലിയുന്നൊരു ഹൃദയമുള്ള ആർക്കും ഇതിനെക്കുറിച്ച് കണ്ടാലേ ഒന്നും പറയാതെ പോകല്ല. അബ്ദുൽ മുനീർ TPയുടെ ഒരു കമൻ്റ് ഉണ്ട്, ഇതുപോലെ പിണറായിയെ കിട്ടുമോ എന്ന്. അതൊരു ചോദ്യമാണ്. ഇനി ഞാൻ നിർത്തുകയാണ്, പല പ്രാവശ്യം ഞാൻ നിർത്തുകയെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് കമൻറ്റുകൾ പിന്നെയും വായിക്കുന്നത്. അദ്വൈത്
AD രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ്റെ വലിപ്പം കുഞ്ഞുമോൾക്കറിയില്ല. പ്രധാനമന്ത്രി അപ്പൂപ്പൻ്റെ താടിയിൽ പിടിച്ച് മുഖത്തോട് ചേർത്ത് വെച്ച് കൊഞ്ചുന്ന കുഞ്ഞുമോൾ എത്ര കണ്ടാലും മതി വരില്ല. പിന്നെ നസീർ ഗൾഫിൽ നിന്ന് അയക്കുകയാണ്, ഈ രംഗം എനിക്ക് വളരെ ഇഷ്ടമായി. ഇങ്ങനെ അബ്ദുൾ റഹ്മാൻ നമ്മുടെ PM സാർ ഒത്തിരി ഇഷ്ടമായിട്ടോ. അങ്ങനെ ഈ കമൻറ്റുകൾ പോകുന്നു. വായിച്ചാലും തീരില്ല. ഒരെണ്ണം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. മുഹമ്മദ് അലി, മോളുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ എല്ലാ പ്രോട്ടോക്കോളും വഴിമാറിയല്ലോ. മുത്തശ്ശനായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാലും ആ കുഞ്ഞു മനസ്സിൻ്റെ ആസ്വാദനത്തിന് നിന്നു കൊടുക്കാൻ സ്ഥാനത്തിനുപരിയായി അങ്ങേക്ക് സാധിച്ചത് വല്ലാത്തൊരു വേറിട്ട കാഴ്ച തന്നെ. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേക്കണേ എന്ന് പറയുന്നതിന് താരെ നൗഫലും പറയുന്നു. ഒരുപാട് നൗസർ നൗപ്പി വയനാട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഈ കമൻറ്റുകൾ 5000-ഓളം കമൻറ്റുകൾ പോവുകയാണ്. ഞാൻ അതിൽ ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ഞാനതിൽ പറയാൻ ഞാനൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക പേരുകളുള്ള കമൻറ്റ് മാത്രം വായിച്ചു എന്ന് പറഞ്ഞത് ആ വിഭാഗത്തിന് നമ്മുടെ സഹോദരങ്ങളാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കമൻറ്റുകളാണ് ഭൂരിപക്ഷം വായിച്ചത്. അതിന് കാരണം ഇക്കാലം അത്രയും നരേന്ദ്രമോദി എന്ന പേര് കേൾക്കുമ്പോഴേ കലിതുള്ളി ചീത്ത വിളിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. എന്തോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു കൂട്ടം ആളുകളുള്ള നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനെ ഹൃദയവായ്പോടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന കുറേ ആളുകൾ. അതിനിടയ്ക്ക് ഞാനൊരു കമൻറ്റ് വായിച്ചു, പിണറായി വിജയനെ ഇങ്ങനെ കാണുമോ എന്നുള്ളത്. അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയോ, മോദി വന്നു പോയി നൈസ മോളുടെ കൂടെ ചെലവഴിച്ച ആ മുഹൂർത്തം ഭയങ്കര വൈറലായി വേൾഡ് ഹിറ്റായി അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നൈസ മോളോട് പത്രക്കാർ ചോദിച്ചു, ആരാ മോളെ വന്നിട്ട് പോയത്? അത് എൻ്റെ സാറാന്നാണ് പറഞ്ഞത്. കുഞ്ഞിന് LKG പഠിക്കുന്ന സാറിനെ അല്ലേ അറിയാവോ, വേറൊരു സാറ്. നൈസ മോൾ ഇപ്പോൾ ആ സാറിനെ ചോദിക്കുന്നുണ്ടെന്നാണ് ജസീല പറയുന്നത്. ആ സാർ അവിടെ പോയി, സാറ് വരുമോ, അപ്പൂപ്പൻ സാർ എപ്പോൾ വരും എന്ന് നൈസ മോൾ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നരേന്ദ്രമോദിയുടെ ഒരു ഇമേജിനുണ്ടായിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലേ. അത് എവിടെ പോയാലും ആളുകളോട് ഇടപെടാൻ അങ്ങോട്ട് ചെല്ലും. പടം ഉയർത്തി കാണിക്കുന്ന വലിയ മഹായോഗങ്ങളിൽ ഒരു ചിത്രം ഉയർത്തി കാണിക്കുന്ന കുട്ടിയെ അടുത്ത് വിളിച്ച ചിത്രം മേടിക്കുക, ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു മോദിയെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പാദം നമസ്കരിച്ചാൽ അപ്പോൾ മോദി എന്താ കണ്ടുണ്ടോ, തിരിച്ച് അവരുടെ പാദം തൊട്ട് തൊടും. അങ്ങനെ ഒരു നൈർമല്യം, നിഷ്കളങ്കത, വിനയം, ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് കാണുന്നത് അഭിമാനകരമാണ്. നമുക്ക് അഭിമാനകരമാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരു കമൻറ്റ് വായിച്ചത് വീണ്ടും പറയാം. പിണറായി വിജയനിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ആൾ കമ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോദിക്ക് ഈ ഒരു വീഡിയോയിലൂടെ മോദി അഭിനയിച്ചത്, ഇപ്പോൾ സെറ്റിട്ട് അഭിനയിച്ചാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്ത് പറയാനാ, അതിനൊക്കെ വയനാട്ടുകാർ മറുപടി എടുത്തോളും. സെറ്റിട്ട് അഭിനയിക്കാൻ വേണ്ടി നിർത്തി മോള് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം, കണ്ണാടി പിടിക്കണം, താടി പിടിക്കണം എന്നൊക്കെ ഈ കുഞ്ഞിനോട് പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന് പോലും പറയുന്ന കശ്മലന്മാരുള്ള നാടാണ്. അപ്പോൾ ഏതായാലും അതിലൂടെ മോദിക്കൊരു വലിയ ഇമേജ് ഉണ്ടായി, ഇമേജ് ബൂസ്റ്റിംഗ് ഉണ്ടായി എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം. ഇത് ചില ആളുകളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര നെഗറ്റീവ് കാമ്പയിൻ ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വം. ഞാൻ ഇന്നലെ കണ്ട് ഞെട്ടിപ്പോയി. ഹിറ്റ്ലർ കുഞ്ഞുങ്ങളെ ചുംബിക്കുന്ന ചിത്രം കാണിച്ചുകൊണ്ട് എതിർക്കാൻ പോയി. ഹിറ്റ്ലറും ഇങ്ങനെയായിരുന്നു. എത്ര മ്ലേച്ഛമാണ്. ഇനി മറ്റൊന്ന്, അത് ചില ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന, ഞാൻ വായിച്ച മനുഷ്യരായ ഹൃദയമുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പോസ്റ്റുകളാണ് ഇപ്പം ഞാൻ വായിച്ചത്. എന്നാൽ എന്തിനോയും വിഷമയമായ ഹൃദയത്തോടെ കാണുന്ന ആളുകളാണ് ഇത്തരം ഹേറ്റ് കാമ്പയിൻ ഹിറ്റ്ലറെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ സഖാക്കളും തുടങ്ങിയിട്ടുണ്ട്. സഖാക്കൾ തുടങ്ങാനുള്ള കാരണം എന്തറിയാമോ? മോദി വരുന്നതിന് 2 ദിവസം മുമ്പ് പിണറായി പോയിരുന്നു. ഇതുപോലത്തെ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആളുകൾ താരതമ്യം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ ഇങ്ങനെ പെരുമാറുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് അടുത്ത ആരെങ്കിലും ചെന്ന് തട്ടിപ്പായിക്കുന്ന തരത്തിൽ പെരുമാറുന്നല്ലോ എന്നുള്ള മുൻകാല അനുഭവങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഖാക്കളും മോദിയുടെ ഈ കാമ്പയിനെതിരെ, ഈ വീഡിയോ വരുന്നതിനെതിരെ നെഗറ്റീവ് കാമ്പയിൻസ് ആരംഭിച്ചിരിക്കുക. എത്ര കഷ്ടമാണ്. ഏതായാലും നമുക്കൊക്കെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ ആ നൈസ മോളുടെ ആ വീഡിയോ ഒന്ന് കണ്ടാൽ വലിയ സന്തോഷമുണ്ടാകും. നമ്മൊരു ഹൃദയത്തിനൊരു നൈർമല്യം, മനസ്സിലേക്കൊരു മഞ്ഞ് വന്ന് വീഴുന്ന പോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എത്രത്തോളം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, ജനങ്ങളെ കേൾക്കുന്നു, ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് ഉദാഹരണമാണ് ഈ നൈസ മോളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വീഡിയോ. നൈസ മോളെ ഒരുപക്ഷെ മോദി ഇനി എന്തെങ്കിലും വയനാട്ടിൽ വരികയാണെങ്കിൽ, അല്ല കേരളത്തിൽ വന്നാൽ പോലും ഒരുപക്ഷെ നൈസ മോളെ അന്വേഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അതുപോലെ ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോഴിക്കോടോ വല്ലതും വരികയാണെങ്കിൽ ഒരു വണ്ടിയൊക്കെ അയച്ചു കൊടുത്ത് ആ കുട്ടിയെ വീണ്ടും കാണാൻ പോലും മോദി തയ്യാറാവും. അതാണ് മോദിയുടെ ഒരു മനസ്സ്. ഏതായാലും നൈസ മോൾ മോദിയപ്പൂപ്പനെ തിരക്കുന്നുണ്ട്.
കേരളവും മോദി അപ്പൂപ്പൻ്റെ പ്രതികരണം കാത്തിരിക്കുകയാണ്. വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായഹസ്തം എത്രയും പെട്ടെന്ന് കേരളത്തിന് നേർക്ക്, വയനാടിന് നേർക്ക് നീണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നൈസ മോൾക്ക്, പ്രധാനമന്ത്രിയുടെ കുഞ്ഞുമോൾക്ക് നമുക്കും ആശംസകൾ നേരാം.